നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ശാലിനിയാണോ സത്യയുടെ യഥാർത്ഥ അമ്മ? ആണോ? അല്ലെങ്കിൽ നീ അത് തെളിയിക്ക്. അതുവരെ ഇത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കൂ. നീ അവളോട് പോയി പറഞ്ഞേക്ക്. ഇങ്ങോട്ട് മാറി നിക്കടി. ഇവള് പറയില്ല അതാരാണെന്നും എന്താണെന്നും. ഇതിനു മുൻപ് നടന്ന കഥകളും ഒക്കെ ഇവൾക്കറിയാം. പക്ഷേ ശാരദാമ്മയുടെ മകളാ ഇവള്. കള്ളങ്ങൾ ഒളിപ്പിക്കാനും പറയാതിരിക്കാനും അമ്മ പഠിപ്പിച്ച 2 മക്കള്. അതുകൊണ്ട് നേരായ രീതിയിൽ ഇവളിൽ നിന്നും ഒരു സത്യവും പുറത്തു വരില്ല. എന്തൊക്കെയാ മോളെ കേക്കുന്നേ? ഈ പറയുന്നതൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഈ പറയുന്ന അക്ഷയ എന്ന് പറയുന്ന ആളെ മോക്കറിയോ? ഞാൻ എങ്ങനെയാ ഈശ്വര ഇതിനൊക്കെ മറുപടി പറയുന്നത്? എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എന്റെ കുഞ്ഞേച്ചി ഒരു തെറ്റുകാരിയല്ല. വിഷ്ണുവേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ട് കിടക്കുന്ന ഒരു പാവമാ എന്റെ കുഞ്ഞേച്ചി. മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ കുഞ്ഞേച്ചി ജീവിതം നിർത്തടി. കിട്ടിയതൊന്നും പോരാ നിനക്ക്. നിന്റെ ഒരു കുഞ്ഞേച്ചി. ഇതിന്റെ സത്യാവസ്ഥ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അറിയും. എന്റെ മോനെ വഞ്ചിച്ചോണ്ട് അവന്റെ കൂടെ ജീവിക്കാൻ കച്ചകെട്ടി നിൽക്കല്ലേ നിന്റെ കുഞ്ഞേച്ചി. എനിക്കതൊന്ന് കാണണോടി. സ്വന്തം വീട്ടിലെ ഇത്രയും വലിയ രഹസ്യങ്ങൾ നിനക്ക് അറിയില്ലെന്ന് പറയല്ലേ? ഇപ്പൊ എനിക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. നീയും ചതിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിലും കള്ളത്തരങ്ങളുണ്ട്. ഇപ്പൊ സത്യയുടെ അച്ഛനെന്ന് പറഞ്ഞു വന്ന പോലെ നാളെ പപ്പിയുടെ അച്ഛനെന്ന് പറഞ്ഞ് ആരെങ്കിലും വരുവോടി? സത്യമേ, രോഹിതേ, ഇവളെയൊന്നും കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഇനങ്ങളാ. നീ ഒന്ന് ശ്രദ്ധിച്ചോ. അവിടെ ബൈക്കിലാണ് വന്നതെങ്കിൽ ഇവിടെ ചിലപ്പോ കാറിൽ വന്ന് നിൽക്കും. സത്യമേ. അച്ഛന്റെ നോട്ടമില്ലാത്ത പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്തിക്കൊണ്ടുവന്ന ആ തള്ളയുടെ മക്കളല്ലേ? ഇതും ഇതിനപ്പുറം കാണിച്ചെന്നിരിക്കും. ഡി, ഇതിന്റെ സത്യം അറിയാതെ നീ ഇനി എന്റെ മുന്നിൽ വന്നു പോയേക്കരുത്. സത്യമേ. പോടി. വിഷ്ണുവേട്ടൻ ആരൊക്കെ സംശയിച്ചാലും വിഷ്ണുവേട്ടൻ എന്റെ കുഞ്ഞേച്ചിയെ സംശയിക്കരുത്. എന്റെ കുഞ്ഞേച്ചി ജീവിക്കുന്നത് തന്നെ വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടാ. മറ്റൊരാൾക്കും ആ മനസ്സിൽ കയറാൻ പറ്റില്ല. ആ മനസ്സ് ഞാൻ അറിഞ്ഞതുപോലെ മറ്റാരും അറിഞ്ഞിട്ടുമില്ല. വിഷ്ണുവേട്ടാ, ഞാൻ വിഷ്ണുവേട്ടന്റെ കാല് പിടിച്ച് പറയാം, എന്റെ കുഞ്ഞേച്ചിയെ വെറുക്കരുത്. വിഷ്ണുവേട്ടൻ വെറുത്താ പിന്നെ എന്റെ കുഞ്ഞേച്ചി ജീവിച്ചിരിക്കില്ല. ശരി ശരി, ഞാൻ എല്ലാം സമ്മതിക്കുന്നു. ഞാൻ നിന്റെ കുഞ്ഞേച്ചിയുടെ പ്രാണം തന്നെയാ. എന്നെ മാത്രമേ നിന്റെ കുഞ്ഞേച്ചി മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു ചോദ്യം, നമ്മുടെ സത്യയുടെ അച്ഛനാരാ? ഇപ്പൊ വന്നവൻ സത്യയുടെ അച്ഛൻ അല്ലെങ്കിൽ പിന്നെ അവൻ ആരാ? പറ. ഇത്രയും നാളെ ഞങ്ങൾ ആരും കാണാത്ത അയാളും ശാലി തമ്മിലുള്ള ബന്ധം എന്താ? പറ. എന്തർത്ഥത്തിലാ ഇത്ര ആൾക്കാർ പങ്കെടുക്കുന്ന സ്ഥലത്ത് അയാൾ അവിടെ വന്ന് പങ്കെടുത്ത്? അത് സത്യയുടെ അച്ഛനാന്നും പറഞ്ഞ് എന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നീ പറയണം. വിഷ്ണുവേട്ടാ, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. എനിക്കറിയാൻ പറ്റാത്ത എന്തോ.
ആ സത്യമാടി ഞാനിപ്പോ പറയാൻ പോകുന്നേ. ആ വന്നവനാ സത്യയുടെ യഥാർത്ഥ അച്ഛൻ. അല്ല, ഇനി ശാലിനിയാണോ സത്യയുടെ യഥാർത്ഥ അമ്മ? ആണോ? അല്ലെങ്കിൽ നീ അത് തെളിയിക്ക്. അതുവരെ ഇത് അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കൂ. നീ അവളോട് പോയി പറഞ്ഞേക്ക്. വിഷ്ണുവേട്ടാ, രോഹിത്, കുഞ്ഞേച്ചി, രോഹിത്, ഞാൻ പറയുന്നൊന്ന്. രോഹിത്, അച്ഛാ, എന്താ അച്ഛാ ഞാനിപ്പോ ചെയ്യാ? എനിക്കറിയില്ല മോളെ. ആരെയും ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലോ ദൈവമേ. ഇതിലാര് പറയുന്ന ശരി? എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനിട്ട് തീ തീറ്റിക്കുന്നേ? അങ്ങെടുത്തൂടെ? എനിക്ക് മനസ്സിലാവുന്നുണ്ടടി, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ഈ കാണിക്കുന്ന സ്നേഹവും കരുതലും എല്ലാം ഒരുതരം അഭിനയ. ഈ കാണിക്കുന്നതെല്ലാം നല്ല സ്ത്രീകൾക്ക് ചേർന്നാലേ അത് മോൾക്ക് പറഞ്ഞു കൊടുത്തേക്ക്. എല്ലാം എല്ലാം ഇന്നത്തോടെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. വിഷ്ണുവേട്ടൻ എന്തുകൊണ്ട് എന്നെ മനസ്സിലാക്കുന്നില്ല? ഇത്രയും നാളും ഞാൻ വിശ്വസിച്ചിരുന്നതും അഹങ്കരിച്ചിരുന്നതും എന്നിലുള്ള വിഷ്ണുവേട്ടന്റെ വിശ്വാസത്തെ തന്നെയായിരുന്നു. ആ വിശ്വാസമാണ് ഇന്നിവിടെ തകർന്നടിഞ്ഞിരിക്കുന്നത്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ് വിഷ്ണുവേട്ടൻ ആരോപിച്ചിരിക്കുന്നത്. ഓർക്കുമ്പോ പോലും ചങ്കം നീറുക വിഷ്ണുവേട്ടൻ. സത്യക്ക് വേണ്ടി എനിക്കൊരു വേഷം കെട്ടേണ്ടി വന്നു. അതെന്തിനാണെന്നും ഏതിനാണെന്നും ഒന്നും അന്വേഷിക്കാതെ വിഷ്ണുവേട്ടൻ പറഞ്ഞ വാക്കുകൾ എന്റെ കാതുകളിലല്ല പതിച്ചത്, ഹൃദയത്തിനകത്ത്. വിഷ്ണുവേട്ടനെ ദൈവത്തെ പോലെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന എന്റെ ഹൃദയത്തിനകത്ത്. എന്തിനാ വിഷ്ണുവേട്ടൻ എന്നെ ഇങ്ങനെ കരയിക്കുന്നത്? അകന്നിരിക്കുമ്പോഴും നമ്മുടെ രണ്ടുപേരുടെ മനസ്സ് ഒന്നാണെന്ന ഞാൻ ഇതുവരെ കരുതിയിരുന്നു. അതങ്ങനെയല്ലെന്ന് ഈ ഒരൊറ്റ സംഭവത്തോടെ വിഷ്ണുവേട്ടൻ തെളിയിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.